എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് വർക്ക്ഷീറ്റാണ്. വീഡിയോയിലേക്ക് നോക്കാം. ഫസ്റ്റ് പാസേജ് റീഡിംഗ് ആണ്. എബിൻ സ്റ്റോറിയുടെ ബാക്കി പാസേജ് ദി ഫ്ലൈറ്റ്. ഡോണ്ട് വറി മൈ ലിറ്റിൽ ബോയ്, ഐ വിൽ ടേക്ക് യു ഹോം സൂൺ, ദ ക്രെയിൻ സെഡ്. എബിനോട് കൊക്കു പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിൽ കൊണ്ടാക്കാം. ദ ക്രെയിൻ ഫ്ലട്ടേഡ് ഇറ്റ്സ് വിങ്സ്. ഇതും പറഞ്ഞ് തൻ്റെ വലിയ ചിറകുകൾ കൊക്ക് നിവർത്തി. എബിൻ ക്ലഞ്ച് ടു ഇറ്റ്സ് ലെഗ്. ഉടൻ തന്നെ കൊക്കിൻ്റെ കാലിലേക്ക് എബിൻ പിടിച്ചു. ദ ക്രെയിൻ റോസ് ഇൻ ടു ദ സ്കൈ അഗെയിൻ. നേരത്തെ പോലെ ആകാശത്തിൻ്റെ മുകളിലേക്ക് അത് ഉയർന്നു പറന്നു. ദേ ഫ്ലൂ ഓവർ മൗണ്ടൻസ് ആൻഡ് അക്രോസ് വാലീസ്. നേരത്തെ അവർ താണ്ടി വന്ന മലകളും കുന്നുകളും താഴ്വാരങ്ങളും കടന്ന് അവർ പറക്കാൻ തുടങ്ങി. നൗ വി ആർ ഫ്ലൈയിങ് ഓവർ ദ സീ, ദ ക്രെയിൻ സെഡ്. ഇപ്പോൾ നമ്മൾ കടലിൻ്റെ മുകളിലൂടെയാണ് പറക്കുന്നതെന്ന് എബിനോട് കൊക്ക് പറഞ്ഞു. എബിൻ ലുക്ക് ഡൗൺ. ഇത് കേട്ടപ്പോൾ അവൻ താഴേക്ക് നോക്കി കടലിനെ വീക്ഷിച്ചു. ഹി സോ ദ ഡീപ് ബ്ലൂ സീ, ദ വേവ്സ് വെയർ പ്ലേയിങ് വിത്ത് ദി വിൻഡ്. അവൻ നീല കടലിലേക്ക് താഴേക്ക് നോക്കി. അപ്പോൾ തിരമാലകൾ കാറ്റിന് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്നത് അവൻ ശ്രദ്ധിച്ചു. മൈ ഹോം, എബിൻ ക്രൈഡ്. ദ ക്രെയിൻ ഫ്ലൂ ഡൗൺ. അവൻ്റെ വീട് കണ്ടപ്പോൾ അവൻ എൻ്റെ വീട് എന്ന് ഉറക്കെ അലയ്ക്കുകയും അപ്പോൾ താഴേക്ക് കൊക്കു പറന്ന് ചെന്നു. റീയൂണിയൻ, കൂടിച്ചേരൽ. എബിൻ ഹേർഡ് ദി സൗണ്ട് ഓഫ് ദി വേവ്സ്. അവൻ തിരമാലയുടെ ശബ്ദങ്ങൾ കേട്ടു. ലുക്ക്, ദാറ്റ് ഈസ് മൈ ഹോം, എബിൻ യെൽഡ് ഇൻ ജോയ്. നോക്ക്, എൻ്റെ വീട് ദാ അവിടെ, സന്തോഷത്തോടെ അവൻ ഉറക്കെ പറഞ്ഞു. ദ ക്രെയിൻ ഓൾമോസ്റ്റ് ടച്ച് ദ ഗ്രൗണ്ട്. കൊക്ക് നിലം തൊടാതെ പതുക്കെ പറന്ന് താഴേക്ക് വന്നു. മോം, എബിൻ കോൾഡ് ഔട്ട് ആൻഡ് റാൻ ടു ഹിസ് ഹോം. അതിൻ്റെ കാലിലെ പിടിവിട്ട് അവൻ അമ്മയെന്ന് വിളിച്ച് വീട്ടിലേക്ക് പോയി. എബിൻ ടേൺ ടു സേ ഗുഡ് ബൈ ടു ദ ക്രെയിൻ, ബട്ട് ദ ക്രെയിൻ ഹാഡ് ഡിസപ്പിയർഡ് ഇൻ ടു ദി സ്കൈ. അവനെ കൊണ്ടുവന്ന കൊക്കിനോട് നന്ദി പറയാൻ അവൻ തിരികെ വന്നപ്പോൾ അതിനെ അവിടെ കണ്ടില്ല. അവൻ അത് ആകാശത്തിൻ്റെ മുകളിലേക്ക് പറന്ന് അപ്രത്യക്ഷമായി. എബിൻസ് ഫാദർ ആൻഡ് മദർ കെയിം ഔട്ട്. പെട്ടെന്ന് തന്നെ അവൻ്റെ അച്ഛനും അമ്മയും വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഐ ആം സോറി മൈ ഡിയർ, വേർ വേർ യു, ഫാദർ ആസ്ക്ഡ്. അവനെ കണ്ടതും അച്ഛൻ ചോദിച്ചു, എന്നോട് ക്ഷമിക്കുമോനെ, എന്നാൽ നീ എവിടെയായിരുന്നു ഇത്രയും നേരം? ഹഗ്ഗിങ് എബിൻ ടൈറ്റ്ലി. അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അച്ഛൻ ചോദിച്ചു. എബിൻ വാണ്ട് ടു ടെൽ ദം ഓൾ അബൌട്ട് ദി മാജിക് റിംഗ്, ദ ക്രെയിൻ, ദ ഡിയർ, ദി ലയൺ, ബട്ട് നത്തിങ് കെയിം ഔട്ട്. അച്ഛനെയും അമ്മയും കണ്ടപ്പോൾ അവന് എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറയാനുണ്ടായിരുന്നു. മാന്ത്രിക മോതിരത്തെയും കൊക്കിനെയും മാനിനെയും സിംഹത്തെയൊക്കെ പറ്റി. പക്ഷേ അവൻ്റെ വായിൽ നിന്ന് വാക്കുകളൊന്നും പുറത്തേക്ക് വന്നു. വേർഡ്സ് സ്റ്റോക്ക്ഡ് ഇൻ ഹിസ് ത്രോട്ട്. അവൻ്റെ തൊണ്ടയിൽ വാക്കുകളിരുന്ന് ശ്വാസം മുട്ടി അവന്. കം ഡിയർ, ലെറ്റ്സ് ഗോ ഇൻസൈഡ്. വാ മോനെ, നമുക്ക് വീട്ടിനകത്തേക്ക് പോകാം, മദർ സെഡ്. അമ്മ അവനോട് പറഞ്ഞു. എബിൻ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ അഗെയിൻ. പക്ഷേ അവൻ വീണ്ടും ആകാശത്തിൻ്റെ മുകളിലേക്ക് നോക്കി. വേർ ഹാസ് ദി ക്രെയിൻ ഗോൺ. എന്നാലും ആ കൊക്ക് എവിടെയാണ് പോയത്? എബിൻ ലുക്ക്ഡ് അപ്പ്. മുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. ഹി സോ എ വൈറ്റ് ഫെദർ ഫ്ലോട്ടിംഗ് ഇൻ ദി എയർ. അപ്പോൾ അവൻ കണ്ടത് അവിടെ ഒരു ചെറിയ വെള്ളത്തൂവൽ ആകാശത്ത് പറന്നു നടക്കുന്നു. എ സ്മൈൽ അപ്പിയർഡ് ഓൺ എബിൻസ് ഫേസ്. അത് കണ്ടതും ഒരു ചെറിയ പുഞ്ചിരി അവൻ്റെ മുഖത്തേക്ക് വന്നു. ഇത്രയുമാണ് എബിൻ്റെ ഈ പാഠത്തിലെ പാസേജിലെ ഫുൾ സ്റ്റോറി. ആക്ടിവിറ്റി കംപ്ലീറ്റ് ഡയലോഗ് ബിറ്റ്വീൻ ഫാദർ ആൻഡ് എബിൻ. എബിനും അച്ഛനും തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഫാദർ, ഐ എം സോറി മൈ ഡിയർ, വേർ വേർ യു? എബിൻ, ഐ വെൻറ്റ് ടു ദി ഫോറസ്റ്റ്. ഞാൻ കാട്ടിലേക്ക് പോയി. ഫാദർ, ഫോർ വാട്ട്? എന്തിനു പോയി? എബിൻ, ജസ്റ്റ് ടു സീ സം അനിമൽസ്. കുറച്ച് മൃഗങ്ങളെ കാണാനായി ഞാൻ കാട്ടിൽ പോയതാണ്. ഫാദർ, ദേ വുഡ് അറ്റാക്ക് യു. മൃഗങ്ങളെ കാണാനോ? അവർ നിന്നെ ആക്രമിക്കില്ലേ? എബിൻ, നോ, മൈ മാജിക് റിംഗ് ഹെൽപ്സ് മീ. ഇല്ല, എൻ്റെ മാന്ത്രിക മോതിരം എന്നെ സഹായിക്കും. ഫാദർ, വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ്? നിനക്കത് എവിടുന്ന് കിട്ടി? എബിൻ, ദ ഫിഷ് ഗേവ് മീ ഇറ്റ്. ആ മീൻ എനിക്ക് തന്നതാണ്. ഫാദർ, ഓ ദാറ്റ്സ് അമേസിങ്. അത് അതിശയകരമായിരിക്കുന്നല്ലോ. എബിൻ, യെസ് ഫാദർ. ഇതുപോലെ ഈ ഡയലോഗ് കംപ്ലീറ്റ് ചെയ്ത് ആക്ടിവിറ്റി പൂർത്തിയാക്കി ടീച്ചറിന് അയച്ചു കൊടുക്കുക. നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി നമ്പർ 3 ആണ്. ഒരു വേർഡ് വെബ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ആ വേർഡ് വെബിൻ്റെ സെൻട്രൽ വരുന്നത് പ്ലേസസ് വിസിറ്റഡ് ആണ്. അവിടെ സൂ, ബീച്ച്, ഗാർഡൻ, റിസർവോയർ, ഹാർബർ, ഫോറസ്റ്റ്, മൗണ്ടൻ, പാർക്ക് എന്നിങ്ങനെ കൂട്ടുകാർ ഇഷ്ടമുള്ള സ്ഥലങ്ങളുടെ പേര് എഴുതാവുന്നതാണ് ഇവിടെ. നെക്സ്റ്റ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് പ്ലേസിനെ പറ്റി എഴുതിയൊരു വേർഡ് വെബ് ഉണ്ടാക്കിയിട്ട് അതുമായി ഡീറ്റെയിൽസ് എഴുതാനാണ്.
ഫസ്റ്റ് മൈ ഫേവറേറ്റ് പ്ലേസ് ഈസ് ബീച്ച്, അവിടെയുള്ള കാര്യങ്ങൾ, ഫുഡ്, സീസോ, വാട്ടർ റൈഡ്സ്, ബോട്ടിംഗ്. മുകളിൽ എഴുതിയ വേർഡ് വെബിലെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കാം ബീച്ചിനെ പറ്റി. മൈ ഫേവറേറ്റ് പ്ലേസ് ഈസ് ബീച്ച്, എൻ്റെ ഇഷ്ടസ്ഥലം ബീച്ചാണ്. ദർ വി ക്യാൻ ഈറ്റ് വെറൈറ്റി ഓഫ് സീ ഫുഡ്സ്, അവിടെ നമുക്ക് കടലിലെ വിവിധ തരം ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിക്കും. ദ ഈവനിങ് ബോട്ട് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു ഫീൽ, വൈകിട്ടത്തെ കപ്പൽ സവാരി അതിശയകരമാണ്. ദർ വി ക്യാൻ പ്ലേ ഇൻ ഡിഫറെൻറ്റ് വാട്ടർ റൈഡ്സ് ഇൻ ദ സീ വിത്ത് പ്ലഷർ, സന്തോഷത്തോടെ കടലിനുള്ളിലെ പലതരം വാട്ടർ റൈഡ്സ് നമുക്കവിടെ ആസ്വദിക്കാം. ഓൾ ഓഫ് ദീസ് മേക്ക് ബീച്ച് മൈ ഫേവറേറ്റ്, ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെയാണ് ബീച്ച് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായി മാറിയത്. ഇതുപോലെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ബീച്ചോ പാർക്കോ എഴുതി ഈ വേർഡ് വെബും ഈ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ചെയ്ത് ആക്ടിവിറ്റി പൂർത്തിയാക്കുക. ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.